എങ്ങനെയുണ്ടായിരുന്നു ജയിൽ ജീവിതം? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ അത്യ പറഞ്ഞു ആൾക്കാർ കളിയൊക്കെ ഉണ്ടായിരുന്നു. പഴയ പോലെ ഇങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങേര് എക്സ്പീരിയൻസ് ഇങ്ങേര് പോയതാണ്. ഇങ്ങേര് 90 ദിവസം ചെയ്യില്ലായിരുന്നു. ഞാൻ 12 ദിവസത്തേക്ക് ഞാൻ കിടന്നത് തന്നെ പോലെ പെണ്ണുങ്ങളെ തെറി പറഞ്ഞിട്ടല്ല, ആണുങ്ങളെ പോലെ ഇടിയുണ്ടാക്കിയിട്ടാ ഫുഡ് ഒരു കാര്യം പറയാം. ഞങ്ങള് കിടക്കുന്ന സമയത്താണ് അണ്ണൻ വന്നെങ്കിൽ അണ്ണനെ ഇടിച്ച് പതിപ്പിച്ചത്. കാര്യം നമ്മള് എന്ന് വെച്ചാൽ ആണുങ്ങള് ഞാനൊക്കെ ഇടിയുണ്ടാക്കിയിട്ട് പോയതാ. ഈ അണ്ണൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ജയിലിലേക്ക് ഒരു പെണ്ണ് കേസ് ഉണ്ടാക്കി വരുന്നവരാ ചിലവര് കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷെ ആ സമയമൊക്കെ കഴിഞ്ഞ് പഴയ ഒരു ആ കാലഘട്ടങ്ങളൊക്കെ പണ്ടത്തെ പോലെയൊന്നുമില്ല. ഇപ്പൊ ആഴ്ച ഒരിക്കൽ മട്ടനും കിട്ടും, ആഴ്ച ഒരിക്കൽ ചിക്കൻ ബിരിയാണി ഉണ്ടാവും. പിന്നെ ഒരു ഹോസ്റ്റൽ താമസിച്ച് ചിട്ടയായ ജീവിതമാണ്. എനിക്ക് ചിട്ടയായ ജീവിതം എന്നെ കുറച്ച് സ്ലിമ്മറിലായി. പിന്നെ ബുക്ക് വായിക്കാം, ചെസ് കളിക്കാം, സിനിമ കാണാം. അവിടെ എമ്പുരാനും റൊമാൻസിലെ കാണിക്കണ്ടായിരുന്നു. ഒരുപാട് എല്ലാം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. ശരിക്കും ജയിലിൽ പോകുന്നത് നല്ലത് തോന്നിയിട്ടുണ്ടോ? അവിടെ കൂടുതൽ പല ക്രിമിനൽസ് പറയുന്നത് അവർ മഴക്കാലമാകുമ്പോൾ അങ്ങോട്ടേക്ക് പോവാൻ ചിലവില്ലല്ലോ. 24 മണിക്കൂർ ഫാന് എല്ലാ ഫെസിലിറ്റീസും ഇയാളെ പറഞ്ഞ പോലെ തന്നെയാണ്. ശരിക്കും ജയിൽ ജീവിതമാണ് സുഖവാസം അല്ലേ? ജയിലിൽ ഫ്രീഡം ഇല്ല. അതാ പുറത്തേക്ക് കൂടി ഇറക്കാൻ തന്നെ രാത്രി വന്ന് കേറാനാ. അതാണ് ഫ്രീഡം. മൂവിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ? പഴയതുപോലെയല്ല. അങ്ങനെയൊന്നല്ല. ഞാനൊക്കെ കിടന്ന 10 കൊല്ലം മുമ്പാണ്. അന്ന് ഭയങ്കര ഇച്ചിരി ക്രൂരമായിരുന്നു. 10-15 കൊല്ലം. ഇപ്പൊ അണ്ണനൊക്കെ കിടക്കുന്ന വെച്ചാൽ അണ്ണൻ കിടന്ന പെണ്ണ് കേസിലൊക്കെ പോയിട്ടില്ലേ? അല്ല, പെണ്ണുങ്ങളെ അനാവശ്യം ഇത് പോസ്റ്റ് ഇട്ടുകൊണ്ടാ പോയത്. ഞാനൊക്കെ പോയത് പെണ്ണുങ്ങളെ തല്ലാന അല്ലെങ്കിൽ പോസ്റ്റ് തെറി പറയാനല്ല. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ തല്ലി തീർത്ത പ്രശ്നവും മനസ്സിലായി. ഉത്സവ പറമ്പിൽ ഇടിയുണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ കൊടുത്ത് അത് നല്ല രീതിയിൽ ഇടിയുണ്ടാക്കി പോകുന്നതാണ്. അല്ലാണ്ട് ഇതേപോലെ അതാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖലയിൽ വരുമ്പോൾ മുങ്ങിക്കളയാൻ എന്തുകൊണ്ടാണ്? അതേപോലെ കിടന്നതുകൊണ്ട് അല്ല, അതേപോലെ പോലീസ് മർദ്ദനം കിട്ടിയോണ്ട്. മനസ്സിലായ ആളുടെ പ്രത്യേകത അറിയാം. പുള്ളിക്ക് പോലീസ് മർദ്ദനം കിട്ടിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. പോലീസിന്റെ മർദ്ദനം എന്താണെന്ന് പുള്ളിക്ക് അറിയില്ല. മനസ്സിലായ ഉള്ളംകാലിനടിയൊക്കെ ഉണ്ട്. അതൊക്കെ പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി 100-110 പിന്നെ ആ പരിപാടി ചെയ്യില്ല. പുള്ളിക്ക് അതാ പറഞ്ഞത്. അങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ് പ്രശ്നം. എനിക്ക് അവിടെ ചെന്നപ്പോ കുറെ ആരാധകരുണ്ടായിരുന്നു. അവിടെ ഈ MDMA അങ്ങനത്തെ ഒരു കേസൊക്കെയാണ്. ഒരുപാട് പേര് ആരാധകരുണ്ട്. അത് ചോദിക്കണ്ടാണ് ജാമ്യമൊക്കെ കിട്ടും. വലിയ കാര്യമാണ് പോലീസുകാർക്ക്. വലിയ കാര്യമാണ്. വേറൊരു കേസുണ്ട്. പോലീസ് മർദ്ദനം എന്നൊക്കെ പറയുമ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പാണ്. ഇപ്പൊ മർദ്ദനമൊന്നുമില്ല. ജനമൈത്രി പോലീസാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ നമ്മളെ ഇതിലാണ്. ഇപ്പൊ അണ്ണനോട് വളരെ വളരെ നല്ല രീതിയിലാണ് അണ്ണനോട് പെരുമാറിയത് പോലീസുകാർ. അതിന് പോലീസുകാർക്ക് ഒരു ട്രാൻസ്ഫർ ആണ്. സിസ്റ്റം മാറി അല്ല, അണ്ണന്റെ അടുത്ത് നന്നായിട്ട് പെരുമാറിയല്ല, അതിനൊരു താങ്ക്സ് ഉണ്ട്. ഓക്കെ. അല്ല, പോലീസ് പറയണ്ടേ പുള്ളി സിനിമയിലൊന്നും അഭിനയിപ്പിക്കണോ? പോലീസുകാരൻ പറഞ്ഞു പുള്ളിയെ സിനിമയിലൊന്നും അഭിനയിക്കണം. പുള്ളി പോലീസുകാർ ചാൻസ് ചോദിച്ചല്ലേ? ചോദിച്ചു എനിക്കൊരു ചാൻസ് റെഡിയാക്കി തരുമോ ചോദിച്ചോ? അങ്ങനെ ഒരാളാണ് സുന്ദരൻ, നല്ല പേഴ്സണാലിറ്റി ആളാണ്. ഒരു ഇൻവിസിബിൾ ആവാൻ വേണ്ടിട്ടൊരു പവർ കിട്ടിയെന്ന് വിചാരിക്കാം. ഇൻവിസിബിൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കും ചെയ്യാം? ഒരു ദിവസം തൊട്ട് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ തന്നെ ആറാട്ടണ്ണനെ ആർക്കും കാണാൻ പറ്റില്ല, ആരും കാണാൻ പാടില്ല, ആർക്കും കാണാൻ പറ്റില്ല, അദൃശ്യനാവുക. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആദ്യം പോണ ആരുടെ വീട്ടിലായിരിക്കും അങ്ങനെ അദൃശ്യനാവുമ്പോ എന്താ ചെയ്യേണ്ടത്? ആറാട്ടണ്ണൻ എന്ത് ചെയ്താലും ആരും അറിയില്ല. ആറാട്ടണ്ണൻ എന്തും ചെയ്യാം, എവിടെയും പോവാ, ആരുടെ വീട്ടിലും പോവാ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏതോ ഒരു വീട്ടിൽ പോണത് പ്രാവശ്യം പറഞ്ഞില്ല. നായികയുടെ പേര് ഞാൻ പറയുന്നില്ല.